പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. കൈനോട്ടക്കാരി കൈ നോക്കിക്കൊണ്ട് ഭാവി പറയുകയാണ്. ജീവിതത്തിൽ ഇനി വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് കൃഷ്. എന്ത്? അതെ, നിങ്ങളുടെ അച്ഛന് വലിയൊരു ദുരന്തം വന്ന് സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ അച്ഛനോ? അതെ, ഇനിയുള്ള അയാളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെയാകും മുന്നിലേക്ക് പോവുക. അച്ഛന് ശത്രുക്കളുണ്ടല്ലേ? അച്ഛന് അങ്ങനെ പറയത്തക്ക ശത്രുക്കളൊന്നുമില്ല. ഉണ്ട്, എന്നാൽ ആ ശത്രു കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ശത്രു എന്ന് പറയുമ്പോൾ അച്ഛന് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ആ ബലരാമനാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയും ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. അച്ഛൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ശ്രദ്ധ വെക്കുന്നത് നന്നായിരിക്കും. കാരണം ജീവന് അപകടം സംഭവിക്കുന്ന കാര്യം തന്നെ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് തെറ്റാറില്ല. ഇതോടെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയും കൃഷും. അച്ഛൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം എന്ന് ഇതോടെ അവർ തീരുമാനമെടുക്കുകയായി. ഇനി ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അത് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവർ. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. ഇതിനിടയിലാണ് കോടതി വിധി അനുകൂലമായി വരുന്നത് ഇപ്പോൾ ബലരാമന്. ഇതോടെ ബലരാമൻ പുറത്തിറങ്ങുകയായി. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നു. ഇനി നമുക്ക് ശക്തമായ കരുനീക്കമാണ് വേണ്ടത്. അതിനു വേണ്ടി ഞാനും പുതിയ നീക്കങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര. ബാലു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവ്. മരണക്കിടക്കയിലാണ് എന്ന് തോന്നണം. മനസ്സിലായോ? മനസ്സിലായി. ഇത് അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടത് ഞാൻ ഏറ്റു. ഇതോടെ ഫോണുമായി എത്തുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ. മാത്രവുമല്ല, ഫോണിലൂടെ ബാലുവിനോട് സംസാരിക്കുകയാണ് ബലരാമൻ. ചോര തുപ്പിക്കൊണ്ട് പറയുകയാണ്, അച്ഛനെ ഈ അവസ്ഥയിലാക്കിയവരോട് യാതൊരു കരുണയും കാണിക്കരുത്. മാത്രവുമല്ല, നിന്റെ അച്ഛനും അമ്മയും ആരാണ് എന്നുള്ള സത്യം ഇവിടെ വെച്ച് ഞാൻ വ്യക്തമാക്കുകയാണ്. അത് സാഗറും സുജയുമാണ്. ഇതോടെ ഇത്രയൊക്കെ എൻ്റെ കുടുംബത്തോട് ചെയ്ത അവരെ വെറുതെ വിടുകയില്ല എന്നുള്ള തീരുമാനം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബലരാമൻ. ഇതോടെ കാര്യം വിജയിച്ചു എന്ന് സുമിത്രയും ഉറപ്പിക്കുന്നു. നാട്ടിലേക്ക് തിരികെ എത്തുകയാണ് ഇതേ സമയം സാഗർ. ഇതോടെ സാഗറിനെ കൊല്ലുന്നതിന് വേണ്ടി ഒടുവിൽ മുന്നിലേക്ക് കടന്ന് ബലരാമൻ വരുമ്പോൾ ഒടുവിൽ ആ സത്യം തിരിച്ചറിയുകയാണ് സാഗറും സുജിയും. ബലരാമൻ തൻ്റെ മകനാണ് എന്നുള്ള ആ സത്യം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.